ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബേക്കലിലേക്കാണ്, എല്ലാ ടീമുകളെയും വിളിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയപ്പോൾ വെയിലെത്തി കുറവാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഗൈസ്. കാസർഗോഡത്തെ ക്ലൈമറ്റ് ഒരു ഭയാനകമായ ക്ലൈമറ്റ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ല, ചൂടെടുത്ത് മരിക്കും നമ്മൾ. പക്ഷേ ആ ഒരു കാരണം മാത്രം മാറ്റി വെച്ചാൽ സംഭവം നൈസാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങളെ ബാക്കി ടീമുകളൊക്കെ നേരത്തെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. എവിടെയൊക്കെയോ കറങ്ങി നടപ്പുണ്ട്. ലാസ്റ്റ് ഓരോന്നിട്ട് കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം ലൈഫിൽ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഗൈസ്. പക്ഷേ കാണാൻ വരുന്ന ഒരു മസ്റ്റ് ആയിട്ട് ഒരു കുട എടുക്കണം ഗൈസ്, അല്ലെങ്കിൽ കരിഞ്ഞ് ചത്തു. അങ്ങനെ അവിടുത്തെ സൺബാത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നേരെ നമ്മൾ പോകുന്നത് ബേക്കൽ ബീച്ചിലേക്കാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ള ഒരു ബീച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ വർക്കല ബീച്ചിൽ പോലും ഇത്രയും സെറ്റപ്പ് ഇല്ല ഗൈസ്. അതിനിടെ ബീച്ച് കണ്ട് വെകിളി പിടിച്ച് പോകാൻ കുറേ എണ്ണം. കൂട്ടത്തിൽ KGF റോക്കി ബൈ ആവാൻ നോക്കും നമ്മുടെ ജസ്വിനും. അവിടെ നിന്ന് നേരെ ആ ഭീകര സത്യത്തിനരികിലേക്ക് ഗൈസ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ചാർജ് ആയി ഗൈസ്. അതിന്റെ ചാർജിങ് ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. കൂട്ടത്തിൽ ഏറ്റവും ആവശ്യം നമ്മുടെ അഞ്ജുന് തന്നെയായിരുന്നു ഗൈസ്. കൂടെ വന്ന ഓരോന്നിനോടും ഞാൻ അഭിപ്രായങ്ങൾ തിരക്കി. എല്ലാവരും നല്ല മാസിലും നല്ല ആക്റ്റീവും ആയിരുന്നു. എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് കാണിച്ചാലും എല്ലാണത്തിന്റെ ഉള്ളിലും ഒരു ഭയം കാണും. ഇതിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ കിളിയും പാറി നിൽക്കുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ സൂര്യ. എന്തോ കാര്യമായിട്ട് അവിടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അഭിരാമിയുടെ തേങ്ങലോട് കൂടി നമ്മൾ പരിപാടി ആരംഭിച്ചു. പിന്നെയും ടെൻഷനുകൾ ഓരോരുത്തരുടെയും മുഖത്ത്. പക്ഷെ അണ്ണന്മാര് മാസ് കാണിക്കാൻ കൊമ്പത്ത് തന്നെ കയറിയിരുന്നു. എന്ത് മാസ്, എന്ത് കൊമ്പത്ത്, ഇരുന്ന് വിളിയായിരുന്നു എല്ലാണോ ഞാൻ അടക്കം. സത്യം പറഞ്ഞ ഗൈസ്, ചത്തുപോയെന്നൊക്കെ വിചാരിച്ചു ഇതിൻ്റെ ഇടയിൽ. പിന്നൊന്നും മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കയറിയപ്പോഴും ഇത് ഒടുക്കത്തെ ശോകവും. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു ഗൈസ്. അവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റും. എല്ലാം കഴിഞ്ഞ് കണ്ടം വഴിയാണ് ഗൈസ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇതേപോലത്തെ കിഡിലോസ്കി വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ്. പിന്നെ ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യും.